ആപത്ത് ധർമ്മം വിട്ട് മുന്നേറാത്തതാ. നമുക്ക് വരാനുള്ള ഷർറുകളെ തടയുന്ന കുറേ കാര്യങ്ങളെ അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? അപ്പം നമുക്ക് വരാനുള്ള വിപത്തുകളെ തടയുന്ന ഒന്നാമത്തെ കാര്യം എന്താണ്? അസ്സദഖത്തു റദ്ദുൽ ബല. അപ്പം ധർമ്മത്തിനെ കുറിച്ചാണ് നമുക്ക് തവാസ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. എന്താണ്? അതിരാവിലെ തന്നുള്ള ധർമ്മം നല്ലതാ, ആപത്ത് ധർമ്മം വിട്ട് മുന്നേറാത്തതാ. 3 കാര്യങ്ങൾ കൊണ്ട് നമുക്ക് വരാനുള്ള ഷർറിനെ തടയും. ഒന്നെന്താണ്? സദഖ ഉണ്ട്. 2 എന്താണ്? ദുആ ഉണ്ട്. 3 എന്താണ്? സൽക്കർമ്മങ്ങൾ കൊണ്ട്. സൽക്കർമ്മം എന്ന് പറയുന്നതാണ് ഒരു മനുഷ്യനെ കണ്ട അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു, ഒരു മുഅ്മിനായ വിജയിക്കുന്ന മുഅ്മിന്റെ ലക്ഷ്യത്തിൽ പറഞ്ഞത് കുറഞ്ഞ എത്ര പേർക്ക് പറയണം? 20 പേർക്ക്. 10 എന്ന് പറയണം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് സലാം പറയണം, സലാം വ്യാപിപ്പിക്കണം. അല്ലാഹുവിന്റെ അസ്മാഉൽ ഹുസൈനിൽ 5ാമത്തെ നാമമാണ് എന്ത്? സലാം. അല്ലേ? റഹ്മാനു റഹീമു മലിക്കു ഖുദ്ദൂസു സലാം. അല്ലേ? അവിടെ നമ്മൾ പഠിച്ച സലാമിനകത്ത് എന്തുകൂടെ ചേർക്കുന്നുണ്ട്? യാ റഹ്മാനു ജല്ല ജലാലു, യാ റഹീമു ജല്ല ജലാലു, യാ മലിക്കു ജല്ല ജലാലു, യാ ഖുദ്ദൂസു ജല്ല ജലാലു, യാ സലാമു. അങ്ങനെ അസ്മാഉൽ ഹുസ്ന 99 ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? 5 വീതം പഠിച്ചാൽ മതി. അങ്ങനെ പഠിക്കണം ഇൻഷാ അല്ലാഹ്. പഠിച്ചിട്ടല്ല? ഓർമ്മയുണ്ടോ? മാഷാ അല്ലാഹ്. അപ്പൊ നമ്മൾ എന്താണ് പറഞ്ഞത്? അതിരാവിലെ തന്നുള്ള ധർമ്മം നല്ലതാ, ആപത്തു ധർമ്മം വിട്ടു മുന്നേറാത്തതാ. ആരോഗ്യമേറ്റിത്തരണമേ നീ മന്നവാ, പറയല്ല നീ എന്നോട് പോടാ പിന്നവാ. നബിക്കും സഹാബത്താലിനും എന്നെന്നും ഗുണം ചെയ്യണേ എന്നുള്ള ദുആയാണിന്നും. എന്താ പറഞ്ഞത്? അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വലാത്തില്ലേ നിർത്തുന്നത്? എന്താ പറഞ്ഞത്? നബിക്കും സ്വഹാബത്താലിനും എന്നെന്നും ഗുണം ചെയ്യണേ എന്നുള്ള ദുആയാണിന്നും.